ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 5 ശ്ലോകം 6. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാവിധി ഭവന്നാത്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കപാർശ്വശിനോ വനീന്ദ്രാച്യുതമിത്രകാൻ വിദുവിധി ശ്രീരുദ്രശാരീരകാൻ. സാരാംശം: കഴിഞ്ഞ ശ്ലോകത്തിൽ ത്രിഗുണാത്മകമായ മായയിൽ നിന്ന് സത്വഗുണപ്രധാനമായിട്ട് ജീവന് ഞാൻ എന്ന അഹംബോധവും, തമോ ഗുണത്തിന് ആധിക്യം വന്നപ്പോൾ അഹന്താബോധം എന്ന അഹങ്കാരവും ഉണ്ടായി എന്ന് വിസ്തരിച്ചു. ത്രിഗുണങ്ങൾ, അതായത് സത്വ രജോ തമോ ഗുണങ്ങൾ ക്രമമനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കും, ഒരിക്കലും ഒരുപോലെ വരില്ല. ആയതിനാൽ ആ അഹങ്കാര തത്വവും മൂന്നായി രൂപാന്തരപ്പെട്ടു. സത്വഗുണാധിക്യത്താൽ വൈകാരികമായും, രജോ ഗുണാധിക്യത്താൽ തേജസമായും, തമോ ഗുണാധിക്യത്താൽ താമസമായും പരിണമിച്ചു. അവയിൽ സാത്വിക ഗുണത്താൽ ഉണ്ടായ വൈകാരികത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളായ ചെവി, ത്വക്ക്, കണ്ണ് എന്ന ചക്ഷുസ്, നാക്ക് എന്ന ജിഹ്വ, മൂക്ക് എന്ന ഘ്രാണം ഇവയുടെ അധിഷ്ഠാന ദേവതകളായ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നിവരെ യഥാക്രമം സൃഷ്ടിച്ചു. അതുപോലെ കർമ്മേന്ദ്രിയങ്ങളായ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിവയുടെ അധിഷ്ഠാന ദേവതകളായി അഗ്നി, ഇന്ദ്രൻ, വിഷ്ണു, മിത്രൻ, പ്രജാപതി എന്നിവരെയും സൃഷ്ടിച്ചു. കൂടാതെ 4 അന്ധകരണങ്ങളാണ് നമുക്കുള്ളത്. അവ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവയാണ്. ഇവയുടെ അധിഷ്ഠാന ദേവതകളായി ചന്ദ്രൻ, ബ്രഹ്മാവ്, ക്ഷേത്രജ്ഞൻ, ശ്രീരുദ്രൻ ഇവരെയും യഥാക്രമം സൃഷ്ടിച്ചു. 5-ാം ദശകത്തിലെ ഈ 6-ാം ശ്ലോകത്തിൽ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളുടെ സൃഷ്ടി വർണ്ണനയാണ് വിഷയം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.